എടാ അമ്പുചാച്ചാ ഹിമാറെ കൊല വെട്ടിടാണ്ട് ഓരോന്നോരോന്നിട്ട് അല്ലെങ്കിലേ നഷ്ടക്കച്ചവടത്തിലാ. ഉണങ്ങിയ ഓലയും മടലൊക്കെ ഞാൻ എടുത്തോട്ടെ മുതലാളി. നിനക്കല്ലാണ്ട് പിന്നെ ആർക്ക് കൊടുക്കാന്? ഓലയും കൊതുമ്പും മട്ടലും എല്ലാം എടുത്തോണ്ടിരിക്കോ. നീ ഇങ്ങോട്ട് വാ. നീ ഇതേറ്റ് വീട്ടിലെത്തുമ്പോ അമ്മനോടൊന്ന് പറഞ്ഞേക്കണം അയമുട്ടിക്ക് പിന്നാമ്പുറത്തൂടെ വരുന്നുണ്ടെന്ന് കേട്ടോ. ആ അടുത്ത് പോ ചെല്. എടാ അമ്പുചാച്ചാ ഇന്ന ആരും ചോദിച്ചാ ഞാൻ കുഞ്ഞിരാമനായ തൊടിയിൽ നിന്ന് വന്നേക്കണം കേട്ടോ. എന്റെ ദൈവമേ എന്റെ ചീട്ട് കീറി തന്നെ. തേങ്ങ തേങ്ങ കൊച്ചേ ആ തേങ്ങാക്കോയ പോയോ? അയമുട്ടിക്കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിലെ തേങ്ങ പറിക്കാൻ പോയി. എന്റെ ദൈവമേ ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്ന് കിടക്കും. ദേ ഇതും കൂടെ എടുത്തോ, തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ കൊച്ചേ. അയമുട്ടിക്ക് എങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരണോ? ഒരാവശ്യമില്ലാണ്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. പോയാ തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യമില്ല. എന്നാ എനിക്കുണ്ടോ? പോയല്ലേ? വിട്ടോ വിട്ടോ. എടോ ഇങ്ങോട്ട് പാടോ, എടോ വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ. ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. എടോ കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണ് കൂളിംഗ് ഗ്ലാസാ. എടോ എന്നെ രക്ഷിക്കണോ. എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ടേസ്റ്റാ. കുടിച്ചോ കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. എടോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടാലും നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കേ. രക്ഷിക്കണോ എന്നെ. കിട്ടി. കിട്ടില്ല. കടക്കാരെ ഓടിവായോ, രക്ഷിച്ചോ. പോണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട് താങ്ങി അതൊരു വീട് ശരിയായി സാർ. ലൗസീൻ അയ്യേ വാളിൽ കുറ്റിട്ടോണ്ട് വേണ്ടേ സാർ? ബെല്ലടിച്ചിട്ടുണ്ട് അകത്ത് വരാൻ. ബെല്ല് കൊണ്ടുവന്നില്ല. അതൊക്കെ പിടിച്ചു പോക്ക് ഊര തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവലാതിയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുകയും ചെയ്തു. അടി എനിക്കും വീട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് 2 ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല. സാറിനെ കൊണ്ടുപോകാൻ ഒരു പാല് വണ്ടി വരും. പാലും വണ്ടി? അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിലെ അഴുക്ക് വെള്ളം. 10 ഉലുവ കോട്ടും സൂട്ടും വിട്ട് 10 പൈസ ഇല്ലാതെ എന്തിനവനൊക്കെ വൃത്തിയായിട്ട ലോഡ്ജിൽ താമസിക്കുന്നത്? നക്കി നായ. ആരടാ നക്കി? നിന്റെ തന്തയാണ്. പാത്രം എടുത്തു കേട്ടോ. പാത്രം എടുക്കണേ. ആ അയ്യോ സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച് ആ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടി എടുത്ത് സാറിന്റെ തലയിൽ വെച്ച് സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ നമ്മളെങ്ങോട്ടാ? ഞാൻ ആ കവല ഇറങ്ങിക്കോളാം. എന്നാ കയറി ഓടിച്ചോ. അയ്യോ ചേട്ടാ എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാം. ഇതേതാ ദാസേ പുതിയ ഇറക്കുമതി? പതുക്കെ പറ. പുലിയാ. പുലിയോ? ആ അച്ചു എവിടെ നിന്ന് തപ്പിക്കൊണ്ടു വന്നതാ. അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ. പുലിയാണെന്ന് ഉറപ്പുണ്ടോ? ശരീരത്തിൽ വെടികൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി. ഇനിയുണ്ട് ബാക്കി. പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി. ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ? അതെ, നമ്മളെ കെട്ടോള് സ്നേഹം കൂടുമ്പോ ഇന്ന അങ്ങനെ വിളിക്ക. അയമൂന്ന് ഒരു പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമുട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ.
ഒന്ന് ചോദിക്കട്ടെ, എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, എന്ത് പിടുത്തം കിട്ടുന്നില്ല? ഒരു വിശ്വാസം വരില്ലാന്ന്. അങ്ങനെയൊന്നും ഇല്ലെന്നേ, ആള് നല്ല പുള്ളിയാ. അല്ല ജയിൽ പുള്ളിയോ? ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ. ഞമ്മളെ പോലെ. അതെ അതെ. അയമുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു, അങ്ങ് ഇഷ്ടമായിന്ന്. അയമുട്ടിക്ക നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖം, അല്ല മനസ്സാ. മതിയടേ മോസ്തുതി, എവിടെ ഇപ്പൊ അഹന അച്ചു? വരുന്നടോ, പുറത്തിറങ്ങിയ എന്താ കേറി പോടി അകത്ത്. ആ ദാസമന്ത്രിതോ? സത്യം പറച്ചു, ആ വന്നവനാരാ? എവൻ? ആ കാറിൽ വന്നവൻ. ആഹാ, നല്ല പാർട്ടിയല്ലേ. 2-3 മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് മുട്ടി. ആ കാര്യത്തിന് അയമുട്ടി ഒന്ന് മുട്ടി. എന്തിനാ കിട്ടുന്ന നിമിഷം കളയുന്നത്? അല്ല, ഇപ്പൊ ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അവൻ പുലിയല്ലേ? പുലി ആയാലെന്ത്, സിംഹായാലെന്ത്? സത്യം ദാസ് ആരോടും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റ വീഴുകയല്ലേ? അവൻ ആരോടും പറയില്ല. അവനെ എനിക്ക് നല്ല വിശ്വാസ, അത് ഉറപ്പാ. അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാൾ മാറിയില്ല. കർത്താവേ, ഇത് പുലി തന്നെ. ഏയ് മുട്ടിക്കോയാ, ഞാൻ വരെ അല്പം വൈകിയല്ലേ. കാലത്ത് 2 ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം. അവർക്ക് 2 പേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്തു. 2 പേരും കണ്ണീരും കൈയുമായിട്ട് 2 വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ? മിടുക്കൻ. സന്തോഷം, ചത്തില്ല. ആഹാ, സാറോട് ഉണ്ടായിരുന്നോ? ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ. പിന്നെ ഉറപ്പിക്കാം. എന്നാ ഐശ്വര്യമായിട്ട് 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക, അഡ്വാൻസ്. കമ്മീഷൻ വേറെ ഉണ്ട്. ഐശ്വര്യട്ട കൈ ഇങ്ങോട്ട് നീട്ടില്ലേ. അല്ല മെല്ലെ പിടിച്ചു വലി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും അയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിരോധമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ വാടക ആ കീശയിൽ ഇടണമെന്നായിരുന്നു എന്റെ ആശ, പക്ഷെ കീശ മാറിപ്പോയി. എന്റെ കാര്യം 2 രൂപയെ. അധികം അടുത്ത് പോണ്ടത് കടിക്കും. ഒന്നും പറയാറായിട്ടില്ല. ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി, അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം. മുളക് വെള്ളം എടുത്ത് ഒഴിക്ക്. അയ്യോ, 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 എനിക്ക് കണ്ണ് കാണാൻ വയ്യാതെ. അയ്യോ, എന്റെ കണ്ണ് വീഴുന്നു. എന്താ എന്താ എന്താ? അയ്യോ, അയ്യോ, എടാ അന്തപ്പാ, എന്റെ കണ്ണ് വീഴുന്നതാ. വെള്ളം എടുത്ത് ഒഴിക്ക്. അയ്യോ, ചൂടുവെള്ളം ഒഴിക്ക്. എന്റെ മുഖം പൊള്ളിയേ. പോടാ. അയ്യോ, അയ്യോ, സൈക്കിൾ ട്യൂബിലെ പ്രേരണ ഇതാരും സാറോ? പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ? ഇനി സൗകര്യത്തിന് കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോട്ടെ. എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള. ആ വീട്ടിലെന്താ പ്രശ്നം? അതൊരു സ്ഥിരം യുദ്ധമാ സാറേ. ആ പെണ്ണിന് ഭ്രാന്താ. വേണ്ട, കൊല്ലും ഞാൻ എല്ലാത്തിനെയും. ഇനി ഇവിടെ ഒരുത്തനെയും കൊണ്ടുവരരുത്. വരുന്നവരെല്ലാം എറിഞ്ഞോടിച്ചിട്ട് അവസാനം മൂത്ത് നരച്ച് ശവം പോലെ നീ തനിച്ച് ഈ വീട്ടിൽ കഴിഞ്ഞു. അതൊന്നും കാണാൻ ഞാൻ ഉണ്ടാവില്ല.
വരാൻ പോവില്ലേ നിന്റെ ദേവേന്ദ്രൻ? 11ാമത്തെ വയസ്സില് കുടുംബത്തെ കുത്തുവിളക്കിന്റെ കൈപ്പിടിയും കട്ടുവിട്ടിട്ട് സ്വന്തയുടെ തല്ലും വാങ്ങി നാട് വിട്ട് ഓടി. ഒടുവിൽ അർദ്ധരാത്രി ആറ്റിച്ചടിച്ചത്ത നിന്റെ മറ്റവന്റെ പ്രേതത്തെ കാത്തിട്ടാണോടി ഊരിപ്പെട്ടുള്ള നീ ഇരിക്കുന്നത്? അമ്മേ പറയും, 100 വട്ടം പറയും. പാലേട്ടൻ മരിച്ചത് അമ്മ കണ്ടോ? കണ്ടില്ലേ? നീയും കണ്ടില്ലേ? അളിഞ്ഞ ശവം കരയ്ക്ക് കയറ്റി അവന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരയുന്ന നീ കണ്ടില്ലേ? അത് പാലേട്ടനാണെന്ന് എല്ലാവരും കൂടി പറഞ്ഞിട്ടല്ലേ പാലേട്ടന്റെ അച്ഛൻ കരഞ്ഞത്? എന്റെ ദൈവമേ, ഈ കുട്ടിയുടെ ബുദ്ധി മുഴുവനും ആ കിളവൻ പറഞ്ഞ് മാറ്റിയിരിക്കുക. സ്വന്തം മകനാ തന്തയ്ക്ക് ചത്തില്ലായിരിക്കും, പക്ഷെ എനിക്കവൻ ചത്തു. മനസ്സിലായില്ലേ? എനിക്കവൻ ചത്തുന്ന്. ചെറിയടുത്ത് മാധവമേന്റെ മകനായിരുന്നു മരിച്ചുപോയ ബാലൻ. പണ്ടെങ്ങാണ്ടി പെണ്ണിനെ അവന് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ പാവം പെണ്ണ് ഇപ്പോഴും കാത്തിരിക്കുക. പക്ഷെ അച്ചു ആണെങ്കിൽ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടുവരിക. ഏത് ബ്രോക്കർ തല കുത്തി മറിഞ്ഞാലും അവൾ ഒരുത്തനെയും കെട്ടുകയില്ലെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നാൽ ആ തള്ളയും വിടൂല, അച്ചുവും വിടൂല. അച്ഛ ഇന്നും വന്നു. അമ്മ പറഞ്ഞിട്ട് എന്നെ പെണ്ണ് കാണാൻ വേണ്ടി അയാൾ ആരെയോ കൂട്ടിക്കൊണ്ടു വന്നു. അറിഞ്ഞു. പാലേട്ടൻ വരുമെന്ന് അവരോട് ഒന്നുകൂടി പറഞ്ഞൂടെ? എല്ലാവരും എനിക്കെതിരാണ്. ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കുന്നില്ല. ആറ്റിൽ വീണ് ചത്തവൻ ഒരിടത്തും തിരിച്ചു വന്നിട്ടില്ലത്ര. ആറ്റി വീണ് ചത്തത് ആ പറഞ്ഞവന്റെ തന്തയായിരിക്കും. അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയാണ്. അത് അമ്മ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ഞാൻ മാത്രമല്ല, അവള് എന്റെ മോനെ നിനക്ക് തന്നതാ. ബാലൻ മരിച്ചിട്ടില്ല. അവൻ ഈ പടിയിറങ്ങിപ്പോയിട്ട് 15 വർഷം കഴിഞ്ഞു. ശരിയാണ്. പക്ഷേ 15 വർഷം കടന്നു എന്ന് കരുതി മരിക്കണമെന്നില്ല. അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവന്റെ മുറി ഇപ്പോഴും ഒരുക്കി വെച്ചിരിക്കുന്നത്. മോക്കറിയില്ല, എന്നും അവന് വേണ്ടി ഒരു പാത്രം ചോറ് ഞാൻ മാറ്റിവെക്കും. ഒരു നേരത്തെ ആഹാരം തെറ്റിയ വിശപ്പ് താങ്ങാൻ കഴിയാത്തവനായ എന്റെ മോൻ വിശപ്പ് തോന്നുമ്പോൾ അവൻ തീർച്ചയായും വരും. വിശ്വസിച്ചോ? എന്നിട്ട് നിന്നെ എന്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും. ഈ വീടിനെന്തോ ശാപം കിട്ടിയിരിക്കാന്നാ തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വിധി? ദാസം പറഞ്ഞ ഏട്ടന്റെ ഈ പിടിവാശി മാറും. ഞാൻ പറയാഞ്ഞിട്ടല്ല, ഈ പ്രായമുള്ളവരോടൊക്കെ പറയാൻ ഒരു മടിയുണ്ടാവും, അതെനിക്കറിയാം. എത്ര നല്ല കുടുംബത്തിൽ നിന്നാ വന്നു പോണെന്നറിയോ? ഇവള് കാരണം ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലാണ്ടായി. ചിലപ്പോ അങ്ങ് ചത്തുകളഞ്ഞ എന്തെന്നൂടെ തോന്നും. ഏതായാലും ഞാൻ അശ്വതിയോടൊന്ന് സംസാരിച്ചു നോക്കാം. പെൺകുട്ടികളായി ഇങ്ങനെ പിടിവാശി കൊള്ളില്ല. നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല. ഞാൻ പറഞ്ഞാലേ. അല്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ അമ്മയുമായിട്ട് അശ്വതിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയുമായിരുന്നു. അതെ അതെ, ഞാനും കേട്ടു. എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇനി ഞാൻ കല്യാണമേ കഴിക്കുന്നില്ലെന്ന്. എപ്പോ നോക്കിയാലും എന്താ നീ പറഞ്ഞത്? എന്റെ ദൈവങ്ങളാണ് സത്യം. ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റില്ല. മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും. അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുണ്ടത്രേ. അതെന്താ പണിക്കരെ അവിടെ മാത്രം ആ പാറക്കല്ലുകൾ ഉണ്ടായത്? ആ, അതൊരു വലിയ കഥയാണ്. പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ എന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി. ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി. എന്നിട്ട് നിലയില്ലാത്തൊരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ. ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കെ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിനു മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻ കാവായി. അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം. അങ്ങനെ 101 തികയതിനു മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും.
നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ. നിന്റെ ബാലൻ വരും. മുത്തപ്പനാണ് സത്യം. കുട്ടപ്പ കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അശ്വതിക്ക് കത്തുണ്ടോ? അയ്യോ എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചടാ. എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് ഓടും. അയ്യോ കത്തുണ്ടോ ചോദിക്കുമ്പോ താൻ എന്തിനെങ്കിലും ഓടുന്നത്? കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കോ? ഇല്ല. തരാതിരിക്കുവോ? ഓടുന്നു. ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും അശ്വതി. പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ വാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത് എഴുതി. അപ്പൊ മറുപടി വരും. ഞാനത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും. നോക്കിക്കോ. അതെന്താ? ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്?